അസ്സലാമലൈക്കും. നമ്മൾ അന്ന് മച്ചാന് സൗദിക്ക് പോണതിന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇന്ന് രാത്രി അങ്ങോട്ട് പോവുകയാണ്. ഇക്കാക്ക എയർപോർട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മളിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയി രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്. ഇടനെ വീഡിയോസ് നമുക്ക് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നാളെ എനിക്ക് മദ്രസയിലെ എക്സാമാണ്. റെഡി ആയിട്ട് നിൽക്കണ വേണ്ടില്ലേ? പോയിട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങുകയാണ്. വാതിലൊക്കെ പൂട്ടി, ഫ്രണ്ടിലെ ചെറിയ ഗേറ്റൊക്കെ പൂട്ടി, എല്ലാം പൂട്ടി അങ്ങനെ ഇറങ്ങുകയാണ്. ചെരുപ്പൊക്കെ അവിടെ ഇവിടെയും കിടക്കുകയാണ്. ഒന്നും ശരിയാക്കാനൊന്നും സമയമില്ല. ഇപ്പോഴേ വൈകി, ഇപ്പം തന്നെ 8 മണിയൊക്കെ ആയി. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് അവിടെ അവർ റെഡിയായി. തറവാട്ടിൽ ഇതാണ് തറവാടിൻ്റെ ബാക്കിൽ കൂടെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണണം അതാണ് ഞങ്ങളുടെ വീട്. ഇതിൽ കൂടെയാണ് ഞാൻ ബാക്കിൽ കൂടെ പോണത്. മഴ പെയ്തുകൊണ്ട് ഭയങ്കര വഴുക്കലാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വീഴാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഞാൻ ഒരിക്കൽ ഇപ്പോഴൊക്കെ വീണിട്ടുണ്ട് ഒരിക്കലൊക്കെ. നല്ല ഞാൻ സൂക്ഷിച്ച് മെല്ലെ മെല്ലെ നടന്നത്. പിന്നെ കാറിൽ കയറി ഉമ്മയും വാപ്പിയും ഞാനും ഇക്കാക്കി റിഹുവാണ് ഉണ്ടായിരുന്നത് പോകാൻ. പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ പോയി. എത്രയൊക്കെ പകൽ പുറത്തു പോയാലും ഈ രാത്രി പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ബേക്കറിയിൽ നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇത് ലൈറ്റ് കത്തുന്ന ആ ബിൽഡിങ് റിഹു പണ്ട് പഠിച്ച സ്കൂളാണ്, BSS ഗുരുകുലം. അതെല്ലാവർക്കും പാലക്കാടിലുള്ള എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ 2-3 ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അവിടെ നിന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിലോ ആരാന്നൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഞങ്ങളവിടെ നാത്തൂൻ്റെ വീടെത്തി. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കാത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നാത്തൂൻ്റെ മകളാണ്. ഞങ്ങളെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ നാത്തൂൻ്റെ ഇപ്പോൾ വീടിരുന്നിട്ട് കുറച്ചേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വീടിരിപ്പിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ സൗദിയിലായിരുന്നു. അപ്പോൾ വീടിരിപ്പ് സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ വീടാണ്. അപ്പോൾ ഡൈനിങ് ഹാള് അതൊക്കെയാണ്. ഇതാ റിഹു ഉണ്ട്. പിന്നെ അവിടെ മച്ചാനെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അടുക്കള. പിന്നെ പണിത്തിരക്കിലോ അടുക്കള കുറച്ച് അങ്ങനെ കിടക്കുകയാണ്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലിരിക്കാൻ നല്ലൊരു ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ആ വെളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല എന്ന് മാത്രം. പിന്നെ അവിടെ മച്ചാൻ്റെ പോണ തിരക്ക്, പാക്കിങ്, അത് ഇതൊക്കെയായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ടിലെ വ്യൂ ആണിത്. ഫുള്ളായിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ. രാത്രി ആയതുകൊണ്ട് എടുത്തില്ല. പിന്നെ നാത്തൂൻ്റെ മകൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റിഹുവിനെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ വായിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റിയോ ക്യാമറ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഇതാ ഒരു സമയം നോക്കിയപ്പോൾ 2 മണിയായി. ഇനി ഇറങ്ങാൻ പോണ സമയമാണ്. ഇപ്പോഴും അവിടെ പാക്കിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ രാത്രി കഴിച്ച ഭക്ഷണം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി കഴിച്ചു, കുറച്ച് നെയ്ച്ചോറും കഴിച്ചു. പിന്നെ അത് റിഹുവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് മച്ചാൻ. പോണതിന് വിഷമമൊന്നുമില്ല ആൾക്ക്, കാരണം വന്നിട്ട് 1 വർഷമായി. അപ്പോൾ മറ്റേ അവിടെ യുദ്ധമൊക്കെ നടക്കണതുകൊണ്ട് കുറച്ച് ഇങ്ങനെ വീട്ടിലിരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞു. പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ഇതാ വണ്ടിയൊക്കെ വന്നു. ഇക്കാക്ക അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റിഹുവിന് നാളെ ദുറൂസിൻ്റെ എക്സാമാണ് മദ്രസയിൽ. അതിനെ കുറച്ച് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ മച്ചാൻ യാത്ര ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ആക്കാൻ 3 മക്കളും പിന്നെ ഇക്കാക്കയും മാത്രം ഇക്കാക്ക ഉണ്ടായിരുന്നു. വണ്ടിയിൽ പോയതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിലും കുറച്ച് പോണത് കാണുമ്പോൾ ഒരു വിഷമമാണല്ലേ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകണമെങ്കിൽ സങ്കടമായി. ഇങ്ങനെ പോയി നന്നായിരിക്കട്ടെ. നല്ല ജോലിയൊക്കെ വേഗം ശരിയായി, നല്ല ജോലിയൊക്കെ കിട്ടി നന്നായി ഇരിക്കട്ടെ എന്ന് ഞാനും ദുആ ചെയ്യുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.